ദിവസം ബ്ലാക്ക് മാജിക് എന്ന സാധ്യതയിൽ ഊന്നി നടക്കുന്ന ചില അന്വേഷണത്തെക്കുറിച്ചാണ്. മലയാളി ദമ്പതികളുടെ അരുണാചൽ പ്രദേശിലെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഡാർക്ക് നെറ്റിന്റെ സ്വാധീനമെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും വിചിത്രമായ ചില രേഖകൾ പോലീസ് കണ്ടെത്തി. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന 466 പേജുള്ള ഒരു PDF ഫയലാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഡാർക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ എന്നതാണ് പോലീസ് വിശ്വസിക്കുന്നത്. ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റി ഭൂമിയിലെ 90% മനുഷ്യരെയും മൃഗങ്ങളെയും 2 ഗ്രഹങ്ങളിലേക്കായി മാറ്റും. അന്യഗ്രഹവാസം ഇപ്പോൾ തന്നെ ഉണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു. ഒപ്പം സ്പേസ് ഷിപ്പുകൾ ഉപയോഗിക്കാം. ഉൽക്കകളിലെ ആൻറ്റി കാർബൺ ഈ സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനമായി ഉപയോഗിക്കും എന്നതടക്കമുള്ള വാദങ്ങൾ നിരത്തുന്ന ഒരു PDF ഫയലാണ് ഈ ലാപ്ടോപ്പിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ ബ്ലാക്ക് മാജിക് അടക്കമുള്ള സാധ്യതകളിലേക്ക് ഈ ആര്യയും നവീനും ദേവിയും നേരത്തെ തന്നെ അത്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നു, അത്തരം പരിശോധനകൾ നടത്തിയിരുന്നു, അത്തരം ബന്ധപ്പെടലുകൾ നടത്തിയിരുന്നു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ രേഖകൾ, ഈ തെളിവുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ചില അസ്വാഭാവികതകൾ ഇതിൽ ഉണ്ട്, ഇവരുടെ നീക്കങ്ങളിലുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അതാണിപ്പോൾ ലഭ്യമാവുന്ന ഈ ലാപ്ടോപ്പിലെ തെളിവുകൾ. ഇതിൽ ശ്രദ്ധേയമാവുന്ന ഈ ആര്യ പൊതുസമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് കഴിഞ്ഞിരുന്നത്. ആരുമായും ബന്ധപ്പെട്ടില്ല. കുടുംബാംഗങ്ങളുമായുള്ള ചെറിയ ആശയവിനിമയത്തിനപ്പുറം അയൽവാസികളുമായുള്ള ആശയവിനിമയം ഒന്നുമില്ല എന്നതായിരുന്നു ആര്യയുടെ പ്രത്യേകത. എന്തായാലും ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഈ ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധന വിധേയമാക്കിയത് കേരള പോലീസാണോ അതോ അരുണാചൽ പ്രദേശിൽ തന്നെ നടന്ന പരിശോധനയിലാണോ ഈ വിവരങ്ങൾ ലഭ്യമാവുന്നത്? മറ്റൊന്നുകൂടി, ഇപ്പോൾ ലഭ്യമാവുന്ന ഈ വിവരങ്ങൾ, ഈ തെളിവുകൾ, സൂചനകളൊക്കെ ഈ ബ്ലാക്ക് മാജിക് അടക്കമുള്ള ചില അദൃശ്യ ഇടപെടലുകൾ ഇവർ നടത്തിയിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് തന്നെയാണോ? സൈത്ത്, ബ്ലാക്ക് മാജിക്കിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുന്നത്. ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ രേഖകൾ അത് ഡൗൺലോഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരമായി ഇവർ വായിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാകുന്നതും. ഇതിൽ പറയുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല. മിതി എന്ന ഒരു അന്യഗ്രഹ ജീവിയുമായി നടത്തുന്ന സംഭാഷണ ശകലങ്ങളാണ് ഈ ലേഖനത്തിലാകെയും ഉള്ളത്. ഇത് ഡാർക്ക് നെറ്റിൽ നിന്ന് ലഭിച്ചതാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഈ അധോലോക സംഘങ്ങളും കള്ളക്കടത്ത് സംഘങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഡാർക്ക് നെറ്റ്, അല്ലെങ്കിൽ അവർ വ്യാപരിക്കുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് ഈ അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങൾ അതെല്ലാം പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അവിടേക്ക് ഇവർ എത്തപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല, ഒരു ഗ്രഹത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഭൂമിയിലുള്ള 90% മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ തന്നെയും 2 ഗ്രഹങ്ങളിലായിട്ട് മാറ്റും. ഇതിന് സ്പേസ് ഷിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഇന്ധനമായി വരുന്നത് ഉൽക്കകളിൽ നിന്നുള്ള ആൻറ്റി കാർബണാണ് ഇതിൻ്റെ ഇന്ധനമായി ഉപയോഗിക്കാൻ പോകുന്നത്. അന്റാർട്ടിക്കയിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. മിതി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, അതുമായുള്ള ഒരു സംവാദമാണ്. ആ കാര്യങ്ങളാണ് ചോദ്യവും ഉത്തരവും എന്ന ക്രമത്തിലാണ് ഈ PDF ഫയലിലുള്ളത്. 466 പേജുകളാണുള്ളത്. ഇത് ആര്യ നിരന്തരമായി ഇത് സെർച്ച് ചെയ്തിരുന്നു, വായിച്ചിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് നവീൻ്റെയും ദേവിയുടെയും ഇടപെടലും. നവീനാണ് ആദ്യം ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ലോകത്തേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് പെൺകുട്ടികളെ അതിലേക്ക് വലിച്ചിടുകയായിരുന്നു. ആദ്യം ഭാര്യയെയും പിന്നീട് ഭാര്യയുടെ കൂട്ടുകാരിയെയും ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നേരത്തെ തന്നെ അരുണാചൽ പ്രദേശിലേക്ക് ദമ്പതികൾ യാത്ര ചെയ്തെത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അവിടെ ഇത്തരം അന്ധവിശ്വാസ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഉള്ള സ്ഥലം എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് ഇവർ തിരികെ വരുന്നതും വീണ്ടും ആര്യയും കൂട്ടി അവിടേക്ക് പോകുന്നതും. ആര്യ ആദ്യമായാണ് അവിടേക്ക് പോകുന്നത്. ഇവരുടെ മുറിയിൽ ഒരു പാത്രത്തിൽ തലമുടിയും അതോടൊപ്പം തന്നെ ഉടഞ്ഞ കുപ്പിവളച്ചില്ലുകളും ഉണ്ടായിരുന്നു. അത് കറുത്ത വള പൊട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഈ 2 പെൺകുട്ടികളും കയ്യിൽ ധരിച്ചിരുന്നത് കറുത്ത കല്ല് പതിച്ച വളകളാണ്. തലമുടി ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ മന്ത്രവാദവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം DCP പറഞ്ഞത് ഇത് നമുക്ക് അന്ധവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് ആണോ എന്ന് പൂർണ്ണമായും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ഇവരുടെ ലാപ്ടോപ്പ് പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് കൂടുതൽ ഈ അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തിരഞ്ഞിട്ടുള്ളത്. അവിടെ പുനർജന്മം ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്ന നിലയ്ക്കുള്ള ഇവരുടെ
ഒരു വിശ്വാസം അത് ഈ മരണങ്ങളിലേക്ക് നയിച്ചു. അതിൽ തന്നെ നവിൻ രണ്ടുപേരെയും കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ആ തിരക്കുള്ള വിവരങ്ങളാണ്. അരുണാചൽ പ്രദേശിൻ്റെ പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ ആ നിലയ്ക്കാണ്. ഈ രണ്ട് പെൺകുട്ടികളെയും ആദ്യം കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം സ്വയം ഞരമ്പ് മുറിച്ച് രക്തം മാറുന്ന നിലയിലാണ് 3 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ഇവർ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്ന് അത് നേരത്തെ തന്നെ കഴിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ തരത്തിൽ കൈത്തണ്ട ഉൾപ്പെടെ മുറിച്ചത്. ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ 3 പേരും വർഷങ്ങളായി ഇങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെ പിറകെ സഞ്ചരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അന്യഗ്രഹത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ പുനർജനിക്കുക, കൂടുതൽ സന്തുഷ്ടമായ ഒരു ലോകത്തേക്കുള്ള യാത്ര എന്ന നിലയ്ക്കാണ് ഇവർ ഇങ്ങനെ ഒരു കൃത്യം നടത്തിയതെന്ന ഒരു നിഗമനമാണ്. ഏതായിരുന്നാലും ഇവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബാഹ്യ ഇടപെടൽ വേറെ ഏതെങ്കിലും സംഘം ഇവരെ തുടരുക. ഡയറക്ടർ ജിനു എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജിനു എബ്രഹാം, താങ്കളുടെ ആദം ജോൺ എന്ന സിനിമയാണ് ബ്ലാക്ക് മാജിക് എന്ന ചിന്തകളിലേക്ക് ഒരു സിനിമയിൽ പ്രമേയമായി വരുമ്പോൾ മലയാളികൾ കൂടുതൽ ചിന്തിച്ചത്. സ്വാഭാവികമായും അത്തരമൊരു പ്രമേയം തെരഞ്ഞെടുത്തപ്പോൾ താങ്കളും ഒരു വലിയ ബാക്ക് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും. ആ ബാക്ക് സ്റ്റഡിയിൽ കണ്ടെത്തിയ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പ്രേക്ഷകർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തേക്ക് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇത്തരം സംഘങ്ങൾ ഉണ്ടോ? അതായത് ഞാൻ ആദ്യം തന്നെ ഒരു തിരുത്ത് പറയട്ടെ. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു വിഷയമല്ലായിരുന്നു ആഡം ജോന്റേത്. അത് ബ്ലാക്ക് മാസ് ആയിരുന്നു അതിനകത്തുള്ളത്, കറുത്ത കുർബാന. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ദുർമന്ത്രവാദം അല്ലെങ്കിൽ ആഭിചാരം, ഇത് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്ലാക്ക് മാസ് ആണ് ആഡം ജോന്റെ പ്രമേയം. പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചത് കേരളത്തിൽ അത്തരം സംഘങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സത്യത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. ഒരു ഫിക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആഡം ജോവാന്റേത്. സ്കോട്ട്ലൻഡ് പോലെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നിയ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനത്തെ ഒരു വേറൊരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു കഥ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ള എൻ്റെ ഒരു 7 വർഷം മുമ്പുള്ള 7-8 കൊല്ലം മുമ്പുള്ള ഒരു തോന്നലിന്റെ പുറത്താണ് ആഡം ജോൺ ഉണ്ടായത്. അതിനെക്കുറിച്ച് ഞാൻ ആ സ്ക്രീൻ പ്ലേ എഴുതാൻ വേണ്ടി കുറെ റിസർച്ചുകൾ നടത്തുകയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ആ കാലത്ത് ആ സിനിമ കഴിഞ്ഞുകൂടി ഞാനത് വിട്ടു അടുത്ത സിനിമയിലേക്ക് പോയി എന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ ജിനു, ഈ താങ്കൾ ആ സിനിമയിലെ കഥാപാത്രമായ KPSC നടത്തുന്ന ഒരു പരാമർശമുണ്ട്, കറുത്തച്ഛനെ കൂട്ടുന്നവരെ കുറിച്ച്. ചെങ്ങന്നൂരിലെ ഒരു കുടുംബത്തെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ശരിക്കും ആ പരാമർശം ഇതിന് ചില പശ്ചാത്തലമുണ്ട്, ഇതിന് ചില സാമൂഹ്യ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ കേരളം അത്തരത്തിൽ ചില അനുഭവങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് താങ്കളത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ എന്തെങ്കിലും പശ്ചാത്തലം, അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളുമായോ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഈ ഫിക്ഷൻ എഴുതുന്ന ഒരാളെന്ന രീതിയിൽ അതങ്ങനെ തോന്നിപ്പിക്കുന്നതല്ല എന്റെ മിടുക്ക്. അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് അത് ടോട്ടലി ഫിക്ഷൻ ആയിരുന്നു. അങ്ങനത്തെ കുടുംബങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് സമാന രീതിയിൽ വന്നിട്ട് 2 ബുക്കുകളാണ് മഞ്ഞവെയിൽ മരണങ്ങളും ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റിക്കോരയും. അപ്പൊ അതിൽ പറയുന്നത് ഉദയം പേരൂർ ഭാഗത്ത് ഇത്തരം ഫാമിലീസ് ഉണ്ടെന്നാണ് ബെന്യാമിൻ മഞ്ഞവെയിൽ മരണങ്ങളിൽ പറയുന്നത്. ടി ഡി രാമകൃഷ്ണൻ പറയുന്നത് ഈ തൃശ്ശൂര് ആ ഏരിയയില് ഇത്തരം കുടുംബങ്ങളുണ്ട്, അതിനവിടെ കോരയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ഫിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത്തരം ഫിക്ഷനുകളിലെ നെഞ്ചേറ്റി ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുകയും ഇതിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നെറ്റുകളിലും ഡാർക്ക് വെബുകളിലും ഒക്കെ സെർച്ച് ചെയ്ത് നമ്മളെ യങ്സ്റ്റേഴ്സ് പോകുന്നു എന്നുള്ളത് കേൾക്കുന്നത് എനിക്കും വളരെ ആശങ്കയുണ്ടാകും. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടുകൊണ്ട് ജിനു, താങ്കൾ ഞാൻ മുമ്പ് പരാമർശിച്ച ഈ കറുത്തച്ഛൻ്റെ കാര്യം തന്നെ, അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കറുത്തച്ഛൻ്റെ പശ്ചാത്തലം തേടി നടന്ന സെർച്ച് ഹിസ്റ്ററികൾ നിരവധി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ സിനിമയാവാം അത്തരം സെർച്ചിന് ഇടവെച്ചത്, ഒരു ഫിക്ഷൻ പൂർണ്ണമായും ഫിക്ഷൻ ആണെങ്കിൽ. അങ്ങനെയെങ്കിൽ ഇത്തരം ഫിക്ഷനുകളും ചിന്തകളും ചർച്ചകളും സിനിമകളും ഒക്കെ അതിനെ മറപറ്റിക്കൊണ്ട് ചില സംഘങ്ങൾ ശ്രമം നടത്തുന്നു. അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരും അതിന് പിന്നാലെ പോകുന്നുണ്ടോ? അങ്ങനെ തോന്നിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആഡം ജോൺ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് ഈ കേഡൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ വലിയ ക്രൂരകൃത്യം ചെയ്തത്. ഞാൻ സ്കോട്ട്ലൻഡിൽ ഇരുന്നാണ് ഞാനത് വായിക്കുന്നത്. അപ്പം നമ്മളുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചിലത് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് വളരെ വികലമായ ക്രൂരമായ കാര്യങ്ങൾ ക്രൈം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന
ഒരു കാര്യമാണ്. പല കാര്യങ്ങൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ആളുകളെ എങ്ങനെ കൂടുതൽ എന്താ പറയാ വേറൊരു വിശ്വാസത്തിലേക്ക് പോയി കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക, അല്ലെ വേറൊരു ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത അന്വേഷണ ത്വരയായിരിക്കാം ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അന്ന് കൃത്യമായിട്ട് റെഫർ ചെയ്തത് ഡെവിൾസ് ബൈബിൾ എന്ന് പറഞ്ഞ സാറ്റാൻ ബൈബിൾ ഉണ്ട്, അതും അതുപോലെ തന്നെ റിച്വൽസ് ഓഫ് ഡബിൾ വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ബുക്സാണ് ഞാൻ ആമസോൺ വഴി എഴുതിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്റെ സ്ക്രീൻ പ്ലേക്ക് സംബന്ധമായിട്ട് എനിക്ക് എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഒന്നും അവർക്ക് വിലക്കില്ല. നിങ്ങളോട് ഒരു കനി കഴിക്കാൻ വിലക്കിയ നിങ്ങളുടെ ദൈവത്തെ ആളാണോ നിങ്ങളുടെ ദൈവം എങ്കിൽ വരൂ, ഞങ്ങളുടെ ലോഡ് നിങ്ങളെ ഒന്നിനും വിലക്കില്ല എന്നാണ് സ്പഷ്ടമായിട്ട് ഈ ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പം നമ്മുടെ യുവത്വത്തെ അതിലേക്ക് ആകർഷിക്കുന്നതും വഴിതെറ്റിക്കുന്നതും ഒക്കെ. ഈ തിരുവനന്തപുരത്തെ ഈ അരുണാചൽ പ്രദേശിലുണ്ടായ ഈ സംഭവവും അതിനും ഇത്തരം ചില താങ്കളും വാർത്തകളൊക്കെ കേട്ട് കാണുമല്ലോ, ഇത്തരം ചില പശ്ചാത്തലം താങ്കൾ സംശയിക്കുന്നുണ്ട്? അല്ല, എനിക്ക് ഇപ്പം പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എനിക്ക് അതിനകത്ത് ഒരു കണക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴേ ഇവർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. ഇവർക്ക് ഈ പറഞ്ഞ അവരുടെ ലോഡിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ദിവസങ്ങളുണ്ട്. ഈ ഹ്യൂമൻ സാക്രിഫൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടെന്നൊക്കെ ഞാൻ ആ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് ഇപ്പം ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ പാപം മുഴുവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവപുത്രൻ അവതരിച്ച ഒരു ദിവസമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. അത് ഇവരുടെ ലോഡ്, അതായത് ലൂസിഫറിനെ സംബന്ധിച്ച് അതൊരു വളരെ മോശം ദിവസമാണ്. അതേപോലെ തന്നെ 14th ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ സമയം എന്നൊക്കെ പറയുന്നത് ആ സമയത്തൊക്കെ ഒരു ഹ്യൂമൻ സാക്രിഫൈസിങ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ലോഡ് കൂടുതൽ സന്തോഷിക്കപ്പെടും എന്നൊക്കെ ഞാൻ അവിടെ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട് ഇവരുടെ ബുക്കുകളിലൊക്കെ. നമ്മളുടെ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് ആ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഈസ്റ്റർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഞാനും ചിന്തിച്ചു പോകുന്നു. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാതെ അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗരൂകമായി ഈ വിഷയത്തിന്റെ പിന്നാലെ ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിന്റെ ഇത്തരം വൈകൃതങ്ങളിലേക്ക് നമ്മളുടെ യുവത്വത്തെ നയിക്കേണ്ട കാര്യങ്ങൾ അവരെ ബോധവൽക്കരണം നടത്തുകയും ഇതിന്റെയൊക്കെ ഒരു സോഴ്സ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇപ്പം കേഡൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്തു. ഇപ്പം വീണ്ടും അതേ സ്ഥലത്തു നിന്നാണ് ഇതിന്റെയൊക്കെ ഒറിജിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് അത് അവിടെ ഉണ്ടോ, ഈ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായൊരു കണക്ക് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ അധികാരികൾക്ക് ഉണ്ടാവേണ്ടതിന്റെ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജാഗ്രത തീർച്ചയായും ആവശ്യമാണ്. എന്തായാലും വളരെ നന്ദി ജനുവി എബ്രഹാം ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഒരു സിനിമയുടെ പൂർണ്ണമായും ഒരു ഫിക്ഷൻ ആയിരുന്നു, ആ ഒരു ആശയത്തിൽ നിന്നാണ് അദ്ദേഹം ആ സിനിമ തയ്യാറാക്കിയെന്നാണ് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഈ മലയാളികൾ മരിച്ച, അരുണാചൽ പ്രദേശിൽ മരിച്ച സംഭവത്തിൽ നിരവധി നിഗൂഢതകളുണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ലാപ്ടോപ്പ് അടക്കമുള്ള നിരവധി അന്വേഷണ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇപ്പോൾ ഈ ആര്യ എന്ന ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ ലാപ്ടോപ്പ് രേഖകളാണ് പോലീസ് ശേഖരിച്ചത്. ഇതടക്കം ദേവിയുടെയും നവീൻ്റെയും നീക്കങ്ങൾ എന്തായിരുന്നു എന്ന പരിശോധനയും പോലീസ് നടത്തി വരികയാണ്. നവീൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് മീനടം പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുകയും ചെയ്യും. എന്തായാലും പോലീസ് അന്വേഷണം നടക്കട്ടെ. അതിനൊപ്പം അതിൻ്റെ തെളിവുകളും പോലീസിൻ്റെ നീക്കങ്ങളും ഞങ്ങളും പ്രേക്ഷകരിലെത്തിക്കാം.